ഇനി നമുക്ക് ഫോസ്ഫോറസ് ആസിഡ് സീരീസ് എന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിനു മുൻപ് നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് സീരീസ് പറഞ്ഞിരുന്നു. അതായത് ഏതൊക്കെ ടൈപ്പിലുള്ള ഫോസ്ഫോറിക് ആസിഡുകൾ ഉണ്ട്. ഇനി നമുക്ക് ഫോസ്ഫോറസ് ആസിഡ്സ് എത്രയൊക്കെയുണ്ടെന്ന് നോക്കാം. ഫോസ്ഫോറസ് ആസിഡ് സീരീസ് എന്ന് പറയുമ്പോൾ 4 ടൈപ്പിലായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തേത് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്. നമ്മൾ മുൻപ് ഓർത്തോ ഫോസ്ഫോറിക് ആസിഡ് പറഞ്ഞില്ലേ, H3PO4. അതുപോലെ ഫോസ്ഫോറസിൽ ഓർത്തോ എന്നുള്ള ഫോം വരുമ്പോൾ അതിന്റെ മോളിക്കുലാർ ഫോർമുല H3PO3 ആണ്. ഇതൊരു ഡൈബേസിക് ആസിഡ് ആണ്, ഓർക്കുക. ഇതിനകത്ത് 2 OH ഗ്രൂപ്പ് ഉണ്ട്. ഈ 2 OH ഗ്രൂപ്പിൽ നിന്നും H+ അതിന് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ ഡൈബേസിക് ആസിഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കണം. P ഡബിൾ ബോണ്ടോ, ഒരു H, 2 OH ഗ്രൂപ്പ്. ഇനി ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ P4O6 എന്നുള്ള ഫോസ്ഫറസിന്റെ ഓക്സൈഡ്, ഫോസ്ഫറസ് ഡയോക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ്. ഇതേ റിയാക്ഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞും കാണും, അപ്പോഴും നിങ്ങൾ ഓർക്കുക. ഇപ്പം നിങ്ങൾ ഈ മെത്തേഡ് ഇവിടെ ഞാൻ പറഞ്ഞത് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡിന്റെ പ്രിപ്പറേഷൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ഡിസോൾവിംഗ് P4O6 ഇൻ വാട്ടർ. ഇതിന്റെ ഒരു പ്രത്യേകത, ഇതിന് 2 തരത്തിലുള്ള സോൾട്ടുകൾ ഫോം ചെയ്യാൻ പറ്റും. ഡൈഹൈഡ്രജൻ ഫോസ്ഫൈറ്റും മോണോഹൈഡ്രജൻ ഫോസ്ഫൈറ്റ്സും. ഇതിനകത്തുള്ള ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് അതിന് പകരം മറ്റുള്ള സോഡിയം പോലുള്ള ആറ്റങ്ങൾ വരുമ്പോഴാണ് നമുക്ക് ഈ സോൾട്ടുകൾ കിട്ടുന്നത്. അപ്പൊ 2 തരത്തിലുള്ള സോൾട്ടുകൾ ഓർത്തോ ഫോസ്ഫോറസ് ആസിഡിന് ചെയ്യാൻ പറ്റും. കാര്യം ഇതൊരു ഡൈബേസിക് ആസിഡ് അല്ലേ, അതുകൊണ്ട്. ഇനി രണ്ടാമത്തേത്, അപ്പം ഓർത്തോ കഴിഞ്ഞാൽ അടുത്തത് മെറ്റാ ഫോസ്ഫോറസ് ആസിഡ്. അതിന്റെ മോളിക്കുലാർ ഫോർമുല എങ്ങനെയാണ്? HPO2 N ടൈംസ്. N എന്ന് പറയുന്നത് 1 തൊട്ട് തുടങ്ങാം. അപ്പം ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ഓക്സിഡേഷൻ ഓഫ് ഫോസ്ഫീൻ. ഫോസ്ഫീൻ എന്ന് പറയുമ്പോൾ PH3. അപ്പൊ അമോണിയ എന്നൊക്കെ പറയുന്ന പോലെ NH3 എന്നൊക്കെ പറയുന്ന പോലെ ഫോസ്ഫറസിന്റെ ഹൈഡ്രൈഡ് ആണ് PH3. ഫോസ്ഫീനെ ഓക്സിഡൈസ് ചെയ്യുന്നു അറ്റ് ലോ പ്രഷർ. വി ഗെറ്റ് HPO2. ഇതാണ് മെറ്റാ ഫോസ്ഫോറസ് ആസിഡ്. അതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് ഓർക്കുക, മോളിക്കുലാർ ഫോർമുല ഓർക്കുക. ദെൻ അടുത്തത് പൈറോ. അപ്പം ഓർത്തോ, മെറ്റാ, ദെൻ പൈറോ. പൈറോ ഫോസ്ഫോറസ് ആസിഡ് എന്ന് പറയുമ്പോൾ ഫോർമുല H4P2O5 ആണ്. H4P2O5. ഇതിന്റെ പ്രിപ്പറേഷൻ മെത്തേഡ് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. P4O6നെ H2Oയിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ, വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഓർത്തോ ഫോസ്ഫോറസ് ആസിഡ് കിട്ടും. അതിനൊപ്പം പൈറോ ഫോസ്ഫോറസും കിട്ടും. അപ്പൊ ഓർത്തോ ഫോസ്ഫോറസിന്റെ അവിടെ ഇത് നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നു. അതിന്റെ റിയാക്ഷൻ മാത്രമേ അവിടെ പറഞ്ഞുള്ളൂ. ഇതിപ്പോ നമുക്ക് പൈറോയും കൂടെ വേണ്ടോണ്ട് അത് ആ ഒരു റിയാക്ഷൻ, ആ ഒരു പ്രോഡക്റ്റ് കൂടെ നമ്മൾ കാണിച്ചിരിക്കുന്നു. അതാണ് പൈറോ ഫോസ്ഫോറസ് ആസിഡ് H4P2O5. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ് H3PO2. തെറ്റിപ്പോവരുത്. H3PO4 നമ്മൾ പറഞ്ഞു, H3PO3 പറഞ്ഞു, ഇനിയുള്ളത് H3PO2. ഇറ്റ് ക്യാൻ ബി പ്രിപ്പയർഡ് ബൈ ദ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ഓഫ് ഫോസ്ഫറസ്. ഫോസ്ഫറസും ഒരു ആൽക്കലിയും വാട്ടറൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? H3PO2, ദ ഹൈപ്പോ ഫോസ്ഫോറസ് ആസിഡ്. ഇപ്പൊ ഫോസ്ഫോറസ് ആസിഡ് സീരീസിൽ 4 എണ്ണമാണ് വരുന്നത്: ഓർത്തോ, മെറ്റാ, പൈറോ, ഹൈപ്പോ. ഓക്കെ.